കെട്ടുറപ്പുള്ള ഒരു കുടുംബം ഉണ്ടാകുന്നത് സ്നേഹത്തോടു കൂടിയുള്ള പരസ്പരമുള്ള പങ്കുവെക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യുമ്പോഴുമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി തൻ്റെ ഇണകളോട് ഏറ്റവും നന്നായി പെരുമാറാൻ കൽപ്പിക്കുകയാണ്. ആരാണ് ഏറ്റവും നല്ലവൻ എന്ന ചോദ്യത്തിന്, നിങ്ങളിൽ ഏറ്റവും ഉയർന്നവൻ ആര് എന്ന ചോദ്യത്തിന്, തൻ്റെ ഇണകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം പ്രവാചകൻ തൻ്റെ വീട്ടിലേക്ക് വന്ന് തൻ്റെ പ്രിയപ്പെട്ട ഇണക്ക് ഒരു ഭക്ഷണ പദാർത്ഥം നീട്ടിയപ്പോൾ അവരതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി, അത് കൈകൊണ്ട് തട്ടുകയാണ്. തട്ടിയപ്പോൾ പ്രവാചകൻ ഒന്നും മിണ്ടുന്നില്ല. മെല്ലെ കുനിഞ്ഞിരുന്ന് പതുക്കെ ഓരോന്നോരോന്നായിട്ട് നിലത്ത് നിന്ന് അതെടുത്തു വെക്കുമ്പോൾ, ആ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രവാചകന്റെ പത്നി ആയിഷയുടെ ഹൃദയം പിടയുകയാണ്. അവർ വേഗം ചെന്ന് അതിനോട് ചേർന്നു നിൽക്കുന്നു. എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇണകളോട് ഏറ്റവും നന്നായി പെരുമാറണം എന്ന പ്രവാചക പാഠം പ്രവാചകന്റെ അനുയായികൾ ഒന്നാകെ അത് പുലർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, ഇണകളോട് നന്നായി പെരുമാറണം മാത്രമല്ല, ഇണകൾ തിരിച്ചു തുണയോടും പെരുമാറേണ്ടുന്ന സമീപനം ഇസ്ലാം പഠിപ്പിക്കുന്നു. പരസ്പരം അവരൊരു താളമായി, അവരൊരു സന്തോഷമായി പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുമ്പോഴാണ് ഒരു കുടുംബജീവിതം ഏറ്റവും മനോഹരമായി തീരുന്നത്, ഏറ്റവും ചേതോഹരമായി തീരുന്നത്. അതുപോലെ തന്നെയാണ് മക്കളെക്കുറിച്ച്. അവരുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ആദ്യം വിവാഹം കഴിഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട ഇണയുടെ നെറ്റിത്തടത്തിൽ കൈവച്ചുകൊണ്ട് ഞാൻ സ്വർഗത്തോളം പോരുന്ന ഒരു അനുഗ്രഹീതമായ കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിലൂടെ ഉണ്ടാകുന്ന ഇണകൾ, സന്താനങ്ങൾ ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൺകുളിർമയാകുന്ന മക്കളാകണം, സ്നേഹം തുളുമ്പുന്ന മക്കളാകണം, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന മക്കളാകണം, സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന മക്കളാകണം. അങ്ങനെ മക്കളും കുടുംബവും വല്യപ്പയും വല്യമ്മയും മാതാപിതാക്കളും എല്ലാവരും ഒരുങ്ങി നിൽക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും ഒക്കെയുള്ള ഒരു അറ്റോമിസ്റ്റിക് കുടുംബ സങ്കല്പമല്ല, എല്ലാവരും ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു കുടുംബസങ്കല്പത്തെയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതാണ് ഖുർആൻ വിഭാവന ചെയ്യുന്ന കുടുംബം എന്ന് പറയുന്നത്. പരലോകത്തോളം വിശാലമാകുന്ന മനോഹരമായ കുടുംബം എന്നതാണ് ഇസ്ലാമിന്റെ പരികൽപ്പന. അതായിരിക്കണം നമ്മുടെയും സ്വപ്നവും നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെ നമ്മുടെ ജീവിത കാഴ്ചപ്പാടും.